നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിനെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരു രാജ്യങ്ങൾ തമ്മിൽ ആക്രമണത്തിന്റെയും വിവാദ തന്ത്രങ്ങളുടെയും നീണ്ട ചരിത്രമാണ് അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ നടക്കുന്ന യുദ്ധം അതിഭീകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ആക്രമണത്തിനു ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏകദേശം 39,400 പേർ കൊല്ലപ്പെടുകയും 1,00,000-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എതിരാളികളെ കൊല ചെയ്യാൻ നിരവധി മൃഗീയ നടപടികളാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് കൈക്കൊള്ളുന്നത്. ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കിയാലും സൈനികരെ പിടികൂടുന്നത് തടയാൻ അമിതമായ ബലപ്രയോഗം അനുവദിക്കുന്ന ഹാനിബാൾ നിർദ്ദേശം അത്തരത്തിലൊന്നാണ്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് മൊസാദ്. അമേരിക്കയുടെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസിയോടും ബ്രിട്ടന്റെ AI6നോടും കിടപിടിക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ ചാര സംഘടനകളിൽ ഒന്നാണിത്. 1951 ഏപ്രിൽ രൂപവത്കരിച്ച ഈ സംഘടനയുടെ ആസ്ഥാനം തെൽ-അവീവാണ്. മാർഗനിർദ്ദേശമില്ലാത്ത ഇടത്ത് ഒരു രാഷ്ട്രം വീഴും, എന്നാൽ ഉപദേശകരുടെ സമൃദ്ധിയിൽ സുരക്ഷിതത്വമുണ്ട് എന്ന ബൈബിൾ വാചകമാണ് മൊസാദിന്റെ ആപ്തവാക്യം. മൊസാദിന്റെ അംഗങ്ങളിൽ പലരും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സേവനം അനുഷ്ഠിച്ചവരും അതിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമാണെങ്കിലും ഇതൊരു സൈനിക സ്ഥാപനമല്ല. ഏകദേശം 7,000 പേർ മൊസാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. കൊലപാതകങ്ങൾ, തട്ടിക്കൊണ്ടുപോകൽ, പീഡിപ്പിക്കൽ എന്നിവയും മൊസാദ് ചെയ്യുന്നുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ പോലും ലംഘിച്ചാണ് മൊസാദ് പല ഓപ്പറേഷനുകളും നടത്തുന്നത്. മറ്റു രാജ്യങ്ങളിലെ നിയമങ്ങൾ കാറ്റിൽ പറത്തിയും രാജ്യങ്ങളിലെ പരമാധികാരത്തിൽ കടന്നുകയറിയുമാണ് ഓപ്പറേഷനുകളും കൊലപാതകങ്ങളും മൊസാദ് നടത്താറുള്ളത്. അത്തരത്തിലൊന്നാണ് വിഷം കലർത്തിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് മൊസാദ് ഏജന്റുമാർ കൊലപ്പെടുത്തിയ ഫലസ്തീൻ കമാൻഡർ വാദി ഹദ്ദാദിനെ 1978 വധിച്ചത്. ഇത് ഇസ്രായേലിന്റെ അനാചാര രീതികളുടെ മറ്റൊരു ഉദാഹരണമായാണ് ലോകം കണക്കാക്കുന്നത്. 1976 എയർ ഫ്രാൻസ് വിമാനം തെൽ-അവീവിൽ നിന്ന് റാഞ്ചിയെടുത്ത് പാരീസിലേക്കും അവിടെ നിന്ന് ലിബിയയിലേക്കും പിന്നീട് ഉഗാണ്ടയിലേക്കും കൊണ്ടുപോകുന്ന അടക്കമുള്ള നിരവധി ആക്രമണങ്ങളുടെ സൂത്രധാരനായിരുന്നു വാദി ഹദ്ദാദ്. എന്റെ പേർ റാഞ്ചൽ എന്നറിയപ്പെടുന്ന ഈ വിമാനം റാഞ്ചലിനോട് ലഫ്റ്റനന്റ് കേണൽ യോനാഥൻ നെതന്യാഹു നയിച്ച ഓപ്പറേഷൻ തണ്ടർബോൾട്ടിലൂടെയാണ് ഇസ്രായേൽ പ്രതികരിച്ചത്. ദൌത്യം വിജയിച്ചെങ്കിലും യോനാഥൻ ഏറ്റുമുട്ടലിനിടെ കൊല്ലപ്പെട്ടു. നിലവിലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരനാണ് യോനാഥൻ. എന്റെ പേർ റാഞ്ചലിന് പ്രതികാരം ചെയ്യാനായി ഹൈജാക്കിംഗിന്റെ മുഖ്യ സൂത്രധാരനായ വാദി ഹദ്ദാദിനെ മൊസാദ് ലക്ഷ്യം വെച്ചു. വലിയൊരു തിരിച്ചടിയിലൂടെ ആഗോളതലത്തിൽ വലിയ ബഹളം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കാതിരുന്നതിനാൽ വളരെ ശാന്തവും നിശബ്ദവുമായ ഒരു രീതിയാണ് ഫദാദിനെ കൊലപ്പെടുത്താൻ മൊസാദ് തെരഞ്ഞെടുത്തത്. രഹസ്യ ദൌത്യത്തിന്റെ ചുമതല ഏജന്റ് സാറ്റ്നസ് എന്ന ആൾക്കായിരുന്നു. ഹദ്ദാദിന്റെ വീട്ടിലും ഓഫീസിലും പ്രവേശന അനുമതിയുള്ളയാളായിരുന്നു ഏജന്റ് സാറ്റ്നസ്. 1978 ജനുവരി 10 ഏജന്റ് സാറ്റ്നസ് ഹദ്ദാദ് പതിവായി ഉപയോഗിച്ചിരുന്ന ടൂത്ത് പേസ്റ്റ് മാറ്റി വിഷം കലർന്ന പേസ്റ്റ് വെച്ചു. ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ റിസർച്ചിൽ വികസിപ്പിച്ചെടുത്ത വിഷവസ്തുവായിരുന്നു പേസ്റ്റിൽ അടങ്ങിയിരുന്നത്. ഹദ്ദാദിന്റെ ശരീരത്തിൽ അടങ്ങിയ വിഷാംശം ക്രമേണ മാരകമായ അളവിൽ അദ്ദേഹത്തിന്റെ ദേഹമാകെ പടർന്നു. ജനുവരി പകുതിയോടെ വാദി ഹദ്ദാദ് ബാഗ്ദാദിൽ ഗുരുതര രോഗബാധിതനായി. വയറുവേദന, വിശപ്പില്ലായ്മ, വേഗത്തിലുള്ള ഭാരം കുറയൽ തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങൾ അടങ്ങിയതായിരുന്നു അദ്ദേഹത്തിന്റെ രോഗം. ഇറാഖിയിലെ ഉന്നത ഡോക്ടർമാരുടെ ചികിത്സ തേടിയെങ്കിലും രോഗം എന്താണെന്ന് കണ്ടെത്താനായില്ല. ആന്റിബയോട്ടിക്കുകൾ കൊണ്ട് പോലും ഫലമുണ്ടായില്ല. അദ്ദേഹത്തിന്റെ നില ദിനം പ്രതി വഷളായിക്കൊണ്ടിരുന്നു. ഫലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ നേതാവ് യാസർ അറാഫത്ത് കിഴക്കൻ ജർമ്മൻ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റാസിയുടെ സഹായം തേടി. സ്റ്റാസി വിമാനമാർഗം വാദി ഹദ്ദാദിനെ കിഴക്കൻ ബെർലിനിലേക്ക് കൊണ്ടുപോയി. അഹമ്മദ് ഡൌക്ലി എന്ന പേരിൽ ഒരു രഹസ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തെ വിശദമായി പരിശോധിച്ചെങ്കിലും അസുഖത്തിന്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൃത്യമായ തെളിവുകളില്ലെങ്കിലും അവർ എലിവിഷമോ താലിയം വിഷമോ ആണെന്ന് സംശയം പ്രകടിപ്പിച്ചു. വാദി ഹദ്ദാദിയുടെ ആരോഗ്യം അനുദിനം മോശമായിക്കൊണ്ടിരുന്നു. ഗുരുതരമായ രക്തസ്രാവവും പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണവും കുറയുകയും ചെയ്തു. ഡോക്ടർമാർ അദ്ദേഹത്തെ 10 ദിവസത്തോളം മയക്കി കിടത്തി. 1978 മാർച്ച് 29 വാദി ഹദ്ദാദ് മരിച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പോലും മൊസാദിന്റെ വിഷപ്രയോഗത്തിന്റെ കാര്യം പുറത്തു വന്നിരുന്നില്ല. ഏകദേശം 3 പതിറ്റാണ്ടിന് ശേഷമാണ് വാദി ഹദ്ദാദിന്റെ മരണത്തിന്റെ രഹസ്യം പുറത്തുവന്നത്. പേസ്റ്റിലല്ല ചോക്ലേറ്റിലാണ് വിഷം കലർത്തിയെന്ന മറ്റൊരു തിയറിയും ഇതേ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.